ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള, നിങ്ങൾ ഇൻസ്റ്റയിലെല്ലാം കണ്ടിട്ടുണ്ടാവും, എഗ്ഗ് ബട്ടർ ഗാർലിക് എന്ന് പറഞ്ഞിട്ട്. അത് വേഗത്തിൽ ഞാൻ ചീസൊന്നും ഇടാണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്പൈസി ആയിട്ട് നമുക്ക് ബ്രെഡിനും ചപ്പാത്തിക്കെല്ലാം കൂട്ടി കഴിക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റാണ്. പ്രത്യേകിച്ച് മക്കൾ ഒരു പ്രാവശ്യം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് വീണ്ടും വീണ്ടും അവർ ചോദിക്കും. അത്രക്കും ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എഗ്ഗ് ബട്ടർ ഗാർലിക് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ മുട്ടയാണ് മെയിൻ ഘടകം. ഞാൻ 3 മുട്ടയാണ് ഇപ്പോൾ എടുക്കുന്നത്. 4 മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഈ മുട്ട വേറെ തന്നെ പാനിൽ ചിക്കി എടുക്കണം. ബട്ടറിലാണ് ആക്കി എടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് ക്യാപ്സിക്കം. ഞാൻ ക്യാപ്സിക്കാണ് എടുക്കുന്നത്. ഇതിൽ മുന്നേ ഞാൻ ഉണ്ടാക്കിയപ്പം തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും വലിയ ക്യാപ്സിക്കം ആയതുകൊണ്ട് നേരെ ഞാൻ പകുതിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് വെളുത്തുള്ളിയാണ്. ഇത്രയൊന്നും വേണ്ട ഇല്ല കേട്ടാ. പിന്നെ മല്ലിച്ചപ്പും. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. പിന്നെ ബട്ടർ, അൺസാൾട്ടഡ് ബട്ടറാണ് വേണ്ടത്. ഇനി അടുത്തതായിട്ട് നോൺ സ്റ്റിക്കിന്റെ ഈ ഒരു പാന് ഞാൻ ഗ്യാസുമേൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പില്ലാത്ത ബട്ടർ കുറച്ച് ക്വാണ്ടിറ്റിയേ വേണ്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ സാധാരണ മുട്ട ഇങ്ങനെ ഉടക്കുമ്പോൾ നെയ്യ് ഒഴിക്കൽ അത്രയേ വേണ്ടുള്ളൂ. എന്നോട് കുറച്ച് കൂടി പോയിട്ടുണ്ട്. ഞാനിത് പാനിൽ ഒന്ന് മൊത്തത്തിലാക്കിയതിന് ശേഷം എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വേണ്ടുള്ളൂ. ഒന്ന് എല്ലാവരും ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷമാണ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുള്ളത്. ഇനി അടുത്ത പരിപാടി എന്നാൽ മുട്ട നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാൻ 3 മുട്ടയും പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 4 മുട്ടയോ 5 മുട്ടയോ എടുക്കാം. ഞാനിപ്പം 3 മുട്ടയാണ് എടുക്കുന്നത്. നല്ലോണം നമുക്ക് ക്രീമി ആയിട്ട് കിട്ടും. മുട്ട പൊട്ടിച്ച സമയത്ത് മുട്ടേൻ്റെ തോട് ചെറുങ്ങനെ ഇതിലേക്ക് ആയിട്ടുണ്ട്. അപ്പം ഞാനത് സ്പൂണിൽ കോരി മാറ്റിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെതറി കൊടുക്കുന്നുണ്ട്. ഇനി അത് ചിക്കി എടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ നമുക്കത് മിക്സായി കിട്ടും. അങ്ങനെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. നിങ്ങൾ ഇതിൽ മുന്നേ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഓൽക്ക് മനസ്സിലാവും. ഞാൻ ഇതിൽ മുന്നേലും ചിക്കൻ വെച്ചിട്ട് വൈറ്റ് സോസ് ആക്കി എടുത്തിട്ട് കൊറിയൻ ബന്നും അതുപോലെ 1 മില്യൻ്റെ അടുത്തെത്തിയ ഒരു റെസിപ്പി ഉണ്ട്. അത് ഷോർട്സ് ആണ്. അതെല്ലാം ചെയ്തിട്ടുണ്ട്. അന്നേരം ഒന്നും മനസ്സിലാക്കില്ലേ എഗ്ഗ് ബട്ടർ ഗാർലിക് എന്നാണ് ഇനി പറയാന്ന്. കാരണം ഞാൻ ഇൻസ്റ്റയിൽ ഇപ്പാണ് ഞാൻ ഒരു വൈറലായിട്ട് കണ്ടിട്ടുള്ളത്. ഇതിൽ മുന്നേ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ബ്രെഡിലെല്ലാം മിക്സ് ആക്കി എടുക്കലുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് വെളുത്തുള്ളി ചോപ്പ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ 2 ദിവസം മുന്നേ ജിപ്പാസിൻ്റെ ഒരു മെഗാ സെയിലിന് പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഇത് കണ്ടത്. അപ്പോൾ ക്യൂരിയോസിറ്റി കൊണ്ട് ഒന്ന് വാങ്ങി നോക്കിയതാണ്. ഇത് ഞാൻ 4 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചോപ്പ് ചെയ്തപ്പോൾ ഒന്നും എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. എൻ്റെ കവർ കളയാത്ത എന്തോ ഒരു ഭാഗ്യം. ഞാനത് എടുത്തിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ സ്റ്റീലിൻ്റെ ഒരു ഭാഗമുണ്ട് ചോപ്പ് ചെയ്യുന്ന സ്ഥലം. അതൊന്ന് നീക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയെല്ലാം ഉണ്ടായിട്ടുണ്ടാവും. ഞാനൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കൈ നനഞ്ഞുകൊണ്ട് പെട്ടെന്ന് പറ്റുന്നില്ല. പിന്നെ അത് കൈ തുടച്ചതിന് ശേഷമാണ് ഞാൻ നോക്കുന്നത്. കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ വെളുത്തുള്ളി നന്നായിട്ട് ഫൈനായിട്ട് അരച്ച പോലെ നിന്നിട്ടുണ്ട്. ഇവിടുത്തെ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 4 വേണ്ടുള്ളൂ. അതുപോലെ തന്നെ നന്നായിട്ട് ആക്കിയെടുക്കാനും പറ്റിയിട്ടുണ്ട്. നാട്ടിലത്തെ ആണെങ്കിൽ എന്തായാലും പെട്ടേനെ. ഞാൻ നാട്ടിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓൺലൈനിൽ നിന്നെല്ലാം പർച്ചേസ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ അത് കിച്ചൺ ആക്സസറീസ് കുറവാണ്. ഇവിടുന്നും അതുപോലെ തന്നെ ഞാൻ 1-10 ഷോപ്പും ഇതുപോലത്തെ സ്ഥലത്തെല്ലാം പോയിട്ട് ഓഫറിനാണ് കണ്ടിട്ടാണ് സാധനം എടുക്കൽ. അങ്ങനെ ഉള്ളി ഞാൻ നന്നായിട്ട് ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കവും അങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട്. കുഞ്ഞായിട്ടാണ് വേണ്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കെല്ലാം അധികം ചോപ്പറാണ് ഉപയോഗിക്കൽ. ഇതുപോലെ തന്നെ വെളുത്തുള്ളി ഇങ്ങനെ തന്നെ ചെയ്യട്ടാ. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി ആക്കിയെടുക്കാം. കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല കുഞ്ഞായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതിന് മുന്നേ എല്ലാം എൻ്റെ അടുത്ത് ഇലക്ട്രിക് ചോപ്പറും കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നോർമൽ ചോപ്പറാണ് എനിക്ക് ഒന്നും കേടൊന്നും ആവാണ്ട് കംഫർട്ടായിട്ട് കിട്ടുന്നത്. അപ്പം ഞാൻ ഇതന്നെയാണ് ഉപയോഗിക്കൽ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് 2 കൊല്ലമായി. അടുത്തതായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രം ഞാൻ ഗ്യാസുമേൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബട്ടർ ഇതുപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കറക്റ്റാണ് കേട്ടോ. ഇത് ഞാൻ മാറ്റുന്നൊന്നുമില്ല. കറക്റ്റ് അളവാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നമുക്കിത് ഫസ്റ്റ് തന്നെ ഉള്ളിയും ക്യാപ്സിക്കലും വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതിൽ മുന്നേ ഞാൻ ചെയ്ത ഷോർട്സിലെല്ലാം അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ചപ്പാത്തി പാസ്ത മന്തി ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയാണ് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് വാട്ടിയതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കവും ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. വേഗത്തിൽ വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. എല്ലാം പറയുന്നതിൻ്റെ തൊട്ട് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം വാടി കിട്ടും. ഉപ്പ് കൂടി പോവാണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് വാട്ടിയതെല്ലാം ഞാൻ ഇതുപോലെ റൗണ്ടാക്കി വെച്ചിട്ട് നടുവിൽ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽട്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടി ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ സ്പാച്ചില കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്ത
ഉടനെ തന്നെ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് പാലാണ് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ തീ നല്ലോണം കുറച്ചിട്ടാണ് വേണ്ടത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് നമ്മൾ മിക്സാക്കി എടുക്കണം. മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഒരു 1/4 കപ്പും കൂടി പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 1/4 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി പാകത്തിന് ഉപ്പ് നമ്മൾ നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെതറി കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ തന്നെ ചില്ലി ഫ്ലെക്സ്, അതായത് ചുവന്ന കായ്മുളക് പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇനി എന്താ വേണ്ടത്, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ടൈറ്റായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കി എടുത്തിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൽ മുന്നേ രാത്രിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് കഴിക്കാന് ഒന്നും കാണാത്ത സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഹസ്ബൻഡിനും മക്കൾസിനെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്നേരം വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. രണ്ടാമത് നിങ്ങൾക്ക് കാണിക്കാലോ എന്ന് വെച്ചിട്ടാണ് ഒന്നും കൂടി എടുക്കുന്നത്. ഇതിൽ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ കണ്ടാൽ മനസ്സിലാവും, കുറച്ച് അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ അത് ഇടണമെന്നില്ല. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മുളകിന്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകിന്റെ പൊടി ബട്ടർ സോസിലേക്ക് നമ്മൾ മിക്സ് ആക്കി എടുക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്, കുരുമുളകും ചില്ലി ഫ്ലേക്സും മുളകിന്റെ പൊടിയെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലൊരു സ്പൈസി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നല്ല ക്രീമി ആയിട്ടും കിട്ടും. ഇതിൽ മുന്നേ ചെയ്തപ്പം കുറച്ചും കൂടി പാലുണ്ടേനും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പാല് കൂട്ടാം. അപ്പം നമുക്ക് കുറച്ചും കൂടി നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ലാസ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലര് ഇതിലേക്ക് സ്ലൈസ് ചീസോ മൊസറല്ല ചീസോ ഇടും. ഞാൻ ഇതിൽ മുന്നേ എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടാ. പക്ഷെ ഇതിൽ ഞാൻ ഇടുന്നില്ല, നമ്മളെടുത്തും ഇല്ല അതിപ്പോൾ. ഇനി അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു തവ പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കും ഞാൻ ഉപ്പില്ലാത്ത ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് എല്ലടിയും കൂടി ഒന്ന് പുരട്ടിയതിന് ശേഷം ഇതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്രെഡാണ് ഞാൻ ഈ ഒരു ബട്ടർ ഗാർലിക്കിന് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ ബ്രെഡ് 2 സൈഡും ഇങ്ങനെ ടോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഞാൻ നോർമലായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ബട്ടർ ഇങ്ങനെ ഇടലില്ല. ഒന്ന് പാന് ചൂടാക്കിയിട്ട് തിരിച്ചും മറിച്ചും ഇടലാണ് ബ്രെഡ്. ഇപ്പം ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അപ്പം 2 സൈഡും നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ഞാൻ 2-3 ട്രിപ്പായിട്ട് ആക്കിയിട്ടുണ്ട്. കാരണം നമ്മൾ കുറേ ആളുണ്ടല്ലോ. അടുത്തതായിട്ട് നമ്മൾ എഗ്ഗ് ബട്ടർ ഗാർലിക് എടുക്കുന്നുണ്ട്. അത് ചൂടാലെ കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചൂട് തണിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് മാറും. ചൂടാലെ കഴിക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ട് കിട്ടും. അത് നമുക്ക് അങ്ങനെയാണ് ഇഷ്ടം. ചിലർക്ക് ഡ്രൈ ആയിട്ടായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പം ഞാനൊരു പ്ലേറ്റിൽ സേവ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. നല്ല കളറില്ലേ കാണേന്. നമുക്കിത് കഴിച്ചു നോക്കുകയും ചെയ്യാം എങ്ങനെയുണ്ട് എന്നറിയാൻ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സ്പൈസി ആയിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്ക്. നോർമലി വൈറ്റ് സോസ് പോലെ ആക്കിയെടുക്കാണ്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്കൊരു ഇന്ത്യൻ ദേശി സ്റ്റൈലിലേക്കെല്ലാം കൊണ്ടുവരാമല്ലോ. നമുക്ക് നമ്മളതായ രീതിയിൽ കഴിക്കാനും പറ്റും. അങ്ങനെ ഞാനിത് കണ്ട ഇതുപോലെ ബ്രെഡ് ഇങ്ങനെ നന്നായിട്ട് എഗ്ഗ് ബട്ടറിൽ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കാനുണ്ടല്ലോ. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല. വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും ആദ്യം തന്നെ ഒന്ന് ലൈക്കെങ്കിലും ചെയ്യണേ. കാരണം ലൈക്ക് കുറവാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിലും. പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.